ഹലോ നമസ്കാരം, ഗുഡ് വിൽ പാചകത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കാരി തേങ്ങ അരച്ച് വെക്കുന്നത് നമ്മുടെ നാടൻ സ്റ്റൈലിലങ്ങ് നമുക്ക് ചെയ്തു നോക്കാം. നമ്മുടെ കാരി തേങ്ങ അരച്ച് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യമേ നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മുടെ തേങ്ങ ആയിട്ടുള്ള അരപ്പ് നമ്മൾ റെഡിയാക്കാൻ പോവാണ്. നമുക്ക് അരമുറി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കത് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10 ഗ്രാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 10 ഗ്രാം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് നീളത്തിലരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. നമ്മുടെ തേങ്ങ അരപ്പ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. നമുക്ക് ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായിരിക്കുകയാണ്. നമുക്ക് എണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായി പൊട്ടി വന്നിരിക്കുകയാണ്. നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുവാണെങ്കിൽ നമുക്കൊരു 50 ഗ്രാം ഇഞ്ചി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെ കൂട്ടത്തിൽ 50 ഗ്രാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലൂടെ ഇട്ട് കൊടുക്കാം. ഈ കൂട്ടത്തിൽ നമുക്കൊരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 കരിവേപ്പില ഇതിലൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, ചുവന്നുള്ളി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മൂത്ത് വരാനായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ തേങ്ങ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തേങ്ങ അരപ്പ് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കണം. തേങ്ങ അരപ്പ് നന്നായിട്ട് മൂത്താലേ ഉള്ളൂ നമ്മുടെ തേങ്ങയുടെ പച്ചമണം എല്ലാം മാറി കറിക്ക് ടേസ്റ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. നമ്മുടെ തേങ്ങ അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ തേങ്ങ അരപ്പിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം കൂടെ ഈ തേങ്ങയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂക്കാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ നമ്മുടെ തേങ്ങയും പൊടികളും എല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നമ്മുടെ അരപ്പ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു 5 ചെറിയ കഷ്ണം കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളത്തിൽ കുടംപുളി ഇട്ട് വെച്ചിരുന്നതാണ്. നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 500 മില്ലി വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ
അരപ്പ് നന്നായിട്ട് വെള്ളത്തിൽ ലൂസായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിനി ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ എടുത്തു വെച്ച 1 കിലോ കാരിയാണ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിയിലോട്ട് നമ്മൾ കാരി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് നമ്മുടെ തേങ്ങ അരച്ച കാരിക്കറിയിലോട്ട് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. ഞാൻ 1 മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ ക്യൂബായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1 മാങ്ങ മതിയാവും. ഒരു 200 ഗ്രാമുള്ള ഒരു മാങ്ങയായിരുന്നു ഞാൻ എടുത്ത്. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിയിലോട്ട് നമുക്കൊരു 3 തണ്ട് നാടൻ കരിയാപ്പില നമുക്ക് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായി തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് മൂടി മാറ്റി നോക്കാം. നമ്മുടെ കാരിക്കറി 4 മിനിറ്റ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി തുറന്നു നോക്കാം. ഇനി ഒരു 3 മിനിറ്റ് നന്നായിട്ട് തുറന്നിരുന്ന് പറ്റി വരാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ നന്നായിട്ട് പറ്റി വരുന്ന നമ്മുടെ തേങ്ങ അരച്ച നമ്മുടെ കാരിക്കറിയിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഉലുവാപ്പൊടി തിളയ്ക്കുന്ന ഗ്രേവിയിലോട്ട് വീഴുമ്പോൾ ഉള്ള ആ സ്മെല്ല് അടിപൊളി സ്മെല്ലാണ്. നമ്മുടെ കാരിക്കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് നിൽക്കുന്ന നമ്മുടെ കാരിക്കറിയിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഫയർ ഓഫ് ചെയ്യാം. നമ്മുടെ തേങ്ങ അരച്ച മാങ്ങ ഇട്ട നമ്മുടെ കാരിക്കറി റെഡി ആയിരിക്കുകയാണ്. നമുക്കത് കുറച്ച് നമ്മുടെ ചോറിലോട്ട്, നല്ല ചൂട് ചോറ് നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ചോറിലോട്ട് വിളമ്പി കൊടുക്കാം. നമുക്ക് ഈ കറിയിൽ നിന്ന് ലേശം ഈ ചോറിൻ്റെ സൈഡിലോട്ട് വെച്ചിട്ട് 2 പീസ് മാങ്ങ ഒഴിച്ച് കുറച്ച് ഗ്രേവിയും കൂടെ ഈ ചോറിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ അടിപൊളി ചോറും നമ്മുടെ കാരിക്കറി റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഈ കാരിക്കറിയുടെ പീസയിൽ നിന്ന് ഒരു ശകലം ദശ ഇങ്ങനെ ഉള്ളി വെച്ച് നമ്മുടെ നല്ല വെന്തിരിക്കുന്ന നമ്മുടെ മാങ്ങയും കൂട്ടി ഒന്ന് കുഴച്ചിട്ട് ആ ഗ്രേവി ഇട്ട് ഒരു പിടി ആ വായിലോട്ട് നോക്കാം. നല്ല സൂപ്പർ മീൻകറിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ മറക്കാതെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. താങ്ക് യു. ഇനി ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം.